അയാളെ കടിച്ചു വലിച്ച് കാട്ടുകൊണ്ട് ഭക്ഷിക്കാനും. അപ്പോൾ ശബ്ദം കേട്ട് കരച്ചിൽ കേട്ട് കൂടിയോണ്ട് അയാളെ മൊത്തം ഭക്ഷിക്കാതെ ബോഡി കിട്ടി. ചുരുക്കി പറഞ്ഞാൽ ഈ ബോഡി അടക്കം കിട്ടുമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഈ കടുവയുടെ ആക്രമണം നടന്ന അടക്കാക്കുണ്ട്, മലപ്പുറം ജില്ലയിലെ കാളിക്കാവ് അടക്കാക്കുണ്ട് പാറശ്ശേരിയിലാണുള്ളത്. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 2.5-3 കിലോമീറ്റർ മുകളിലാണ് ഈ കടുവയുടെ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ്. ഈ റബ്ബർ തോട്ടമാണ്, നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ പ്രദേശമാകെ ഒരു കുന്നാണ്, റബ്ബർ തോട്ടമാണ്. ഇവിടെ റബ്ബർ ടാപ്പിങ്ങിന് പോയ അബ്ദുൽ ഗഫൂർ അലിയെയാണ് ഇന്ന് കടുവ അതിദാരുണമായി ആക്രമിച്ചത് എന്നുള്ളതാണ്. അതെ, ഒരു റബ്ബർ തോട്ടാണ്, അതായത് വനമേഖലയല്ല, റബ്ബറാണ്. ഈ റബ്ബർ വെട്ടാൻ സ്ഥിരമായ ആളുകൾ പോകുന്ന ഒരു പ്രദേശമാണ്. വലിയ തരത്തിലുള്ള ഒരു കടുവയുടെ ആക്രമണം, നേരത്തെ തന്നെ ഇവിടെ കടുവയുടെ ആക്രമണം ഉണ്ടായതാണ്. വളർത്തുമൃഗങ്ങളെ അടക്കം കടുവ ആക്രമിച്ചതാണ്. അത് പലതവണ പരാതി പറഞ്ഞിട്ടും അതിൽ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായത്. ഇപ്പം ഈ പ്രദേശവാസികൾ ആയിട്ടുള്ള ആളുകൾ തന്നെ നമ്മളൊപ്പം ചേരുന്ന പേരെന്തായിരുന്നു? എൻ്റെ പേര് കബീറാണ്. കടുവയുടെ സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇത് പരാതിപ്പെട്ടതാണ്. ഇവിടുന്ന് പട്ടികൾ വളർത്തായകളും പിന്നെ അതുപോലെ ആളുകൾക്ക് ഭീഷണിയും പന്നിയുടെ അവശിഷ്ടങ്ങളെല്ലാം ഇവിടുന്ന് കിട്ടണതാണ്. ഇതെല്ലാം സർക്കാരിനോടും ഫോറസ്റ്റുകാരോടും പറഞ്ഞിട്ട് അവരൊന്ന് വന്ന് അത് സോൾവ് ആക്കാമെന്ന് പറഞ്ഞു പോവും. അല്ലാതെ ഇതിന് ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഒരു മനുഷ്യനെ കടിച്ച് വലിച്ചു കൊണ്ടുപോയി. റബ്ബർ വെട്ടാൻ രാവിലെ എത്തിയ ഒരാളാണ്. അയാളെ കടിച്ച് വലിച്ച് കാട്ടുകൊണ്ട് ഭക്ഷിക്കാനും. അപ്പോൾ ശബ്ദം കേട്ട് കരച്ചിൽ കേട്ട് കൂടിയോണ്ട് അയാളെ മൊത്തം ഭക്ഷിക്കാതെ ബോഡി കിട്ടി. ചുരുക്കി പറഞ്ഞാൽ ഈ ബോഡി അടക്കം കിട്ടുമെന്ന് അറിയില്ല. നിങ്ങൾ വീട് ഇവിടെ തന്നെയാണ്? ഞങ്ങൾ ഇവിടെ താഴെ തന്നെയാണ് വീട്. ഈ ഭാഗത്തൊക്കെ വീടുകളുണ്ട്? അതാ ഇവിടെ വീടുകളുണ്ട്. ഇതെല്ലാം റബ്ബർ തോട്ടാണ്. ഇവിടെ അടുത്ത് ഫോറസ്റ്റ് ഇല്ല. ഫോറസ്റ്റ് കാണുന്ന ആ ഭാഗത്താണ്. ഈ ഫോറസ്റ്റ് ഇവിടെ ഇല്ല. ഇവിടെ എല്ലാം കൃഷിക്കാരാണ്. റബ്ബർ, കവുങ്ങ്, വായ പറഞ്ഞ കൃഷിക്കാരാണ് മൊത്തം. അപ്പോൾ ആ കൃഷിയിടത്തേക്ക് ആളുകൾക്ക് വരാൻ ജീവന് ഇങ്ങനെ രാവിലെ വരുമ്പോൾ ഇതുപോലെ അവസ്ഥയാണെങ്കിൽ എന്താ ചെയ്യുക? സർക്കാർ ഇതിനെതിരെ വേണ്ട തീരുമാനങ്ങൾ എടുത്താലേ ആളുകൾക്ക് ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ. മറ്റെന്തൊക്കെ കൃഷികളാണ് ഇവിടെ? വായ, അടക്ക, കുരുമുളക്, കാപ്പി, എല്ലാ കൃഷിയുണ്ട്. ഇത് കൃഷി ഏരിയയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് കൃഷിയാണ്. ഇവിടെ രാവിലെ മുതൽ കർഷകർ, ഇതിലെ ഇഷ്ടം പോലെ കർഷകരുള്ളതാണ്. ആ പ്രദേശത്ത് നിന്നാണ് ഒരാളെ കടിച്ചു വലിച്ചു കൊണ്ടുപോയത്. ഇത് ഓക്കെ, തീർച്ചയായിട്ടും ഇദ്ദേഹം പറഞ്ഞ പോലെ ഇതൊരു കൃഷി ചെയ്യുന്ന മേഖലയാണ്. നമുക്കറിയാം ഇവിടെ റബ്ബറുണ്ട്, അതുപോലെ വാഴ, കുരുമുളക് ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള കൃഷികൾ നടക്കുന്നൊരു പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കർഷകർ ആയിട്ടുള്ള ആളുകൾ ധാരാളമായി പ്രദേശത്തുള്ളതാണ്. മാത്രമല്ല ഇവിടെ വീടുകളും ധാരാളമായിട്ടുണ്ട് എന്നുള്ളതാണ് സംസാരം. വീടുകളും ധാരാളമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ കർഷകരൊക്കെ സ്ഥിരമായി വരുന്ന ഒരു പ്രദേശമാണ് ഇത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ വീടുകളും ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു മേഖലയാണ്. ഇവിടെയാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഒരു കടുവയുടെ ആക്രമണം ഉണ്ടായത്. ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയിലാഴ്ത്തുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഈ നാട്ടുകാരനായ ആൾ സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിലുള്ള കൃഷി മേഖലയാണിത്. ഒരു വനമേഖല അല്ല യഥാർത്ഥത്തിൽ. റബ്ബർ അതോടൊപ്പം തന്നെ കൃഷി ഉൾപ്പെടെയുള്ളവ ചെയ്യുന്ന ഒരു മേഖലയാണ്. ഇപ്പം നാട്ടുകാർ തന്നെ നമ്മളൊപ്പം ശരിയാണ്. സംഘടനയുടെ ജില്ലാ സെക്രട്ടറി, കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയന്റെ ജില്ലാ സെക്രട്ടറിയാണ്. എന്റെ പേര് ദാസൻ. പിന്നെ ഇവിടെ ഇത്തരം ഒരു ദാരുണമായ ഒരു അന്ത്യം ഉണ്ടാകാനുള്ള കാരണം തീർത്തും അധികൃതരുടെ അനാസ്ഥയാണെന്നാണ് വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത്. കാരണം ഇവിടെ ഇതിന്റെ ഒരു സിഗ്നൽ ഇവർക്ക് ഒരുപാട് മുൻപ് തന്നെ ആടുകളെയും അതുപോലെ തന്നെ നായ, പട്ടി ഇതുപോലുള്ള മൃഗങ്ങളെ പിടിച്ച് കൊല്ലുകയും തോട്ടത്തിൽ വെച്ച് കാണുകയും ചെയ്ത ഒരു അവസരം ഉണ്ടായിട്ടും അധികൃതർക്ക് പരാതി കൊടുക്കുകയും ചെയ്തിട്ടും യാതൊരുവിധ മുന്നൊരുക്കങ്ങളും ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ദാരുണാന്ത്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിന് ഈ മരിച്ച ഞങ്ങളുടെ സഹപ്രവർത്തകനായ ഞങ്ങളുടെ തൊഴിലാളിക്ക് നീതി ലഭിക്കുന്നതുവരെ, അർഹമായ നീതി, എന്തെങ്കിലും കൊടുത്ത് കൈയൊഴികല്ല, അർഹമായ നീതി ലഭിക്കുന്നതുവരെ കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ കൂടെ ഉണ്ടാകും. അത് ലഭിക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിക്കാനുള്ളത്. തീർച്ചയായിട്ടും റബ്ബർ ടാപ്പിനിടെയായിരുന്നു അദ്ദേഹം മരിച്ചതിനെതിരെ ഇത്തരത്തിൽ കടുവയുടെ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അർഹമായ ഒരു നഷ്ടപരിഹാരം കൃത്യമായി തന്നെ നൽകണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഏതായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൂടുതൽ ഭീതിയിലാണ്. നേരത്തെ തന്നെ കടുവയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായതാണ്. അത് പലതവണ അധികൃതരെ അറിയിച്ചതാണ്. അവരുടെ വളർത്തുമൃഗങ്ങളെ അടക്കം കടുവ ആക്രമിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഒരു മനുഷ്യനെ തന്നെ നേരിട്ട് വന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് വളരെയേറെ ഭീതിയിലായെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടുന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ മാത്രമാണ്, 2-2.5 കിലോമീറ്റർ മാത്രമാണ് മുകളിലോട്ട് ഉള്ളത്. അങ്ങോട്ടേക്ക് വണ്ടി പോവില്ല, നടന്നാണ് പോകുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ പ്രദേശം മുഴുവൻ ജനവാസ മേഖലയാണ്. ഇവിടെ വീടുകളുണ്ട്. മാത്രമല്ല ഈ വഴിയിലൂടെ എല്ലാം തന്നെ കർഷകരായ ആളുകൾ രാവിലെ ടാപ്പിങ്ങിനും മറ്റു അവരുടെ കൃഷിയിടങ്ങളിലേക്കൊക്കെ പോകുന്ന മേഖലയാണ്. ഈ കുന്നിന് മുകളിൽ വലിയ തരത്തിലുള്ള കൃഷി
കൃഷി നടക്കുന്ന ഒരു ഇടമാണ്. അങ്ങോട്ടേക്ക് ആളുകളൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിലുള്ള ഈ കടുവയെ എത്രയും വേഗം വെടിവെക്കണം, പിടികൂടണം എന്നുള്ള ആവശ്യമാണ്. മയക്കുവെടി വെക്കാമെന്ന് നേരത്തെ DFO പറഞ്ഞെങ്കിലും അതിനെ കൊല്ലണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഇത്തരത്തിലൊരു കൃത്യമായ ഇടപെടൽ വേണം. പലതവണ അധികൃതരെ അറിയിച്ചതാണ്. ഇനി ഒരു അലംഭാവം പാടില്ല. ഇപ്പോൾ വിലപ്പെട്ട ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു അലംഭാവം പാടില്ല. എത്രയും വേഗം കടുവയെ പിടിക്കുകയും മരണപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തിന് കൃത്യമായ ഒരു നഷ്ടപരിഹാരം നൽകുകയും വേണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്.